ഹലോ ഹായ് നമസ്കാരം. എൻ്റെ പേര് മെൽബിൻ മാനുവൽ ഫ്രം കൊച്ചി. ഇന്ന് വരെ നാളെ മുതൽ ഫ്രം അമേരിക്ക. അതെ, ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവുകയാണ്. കാരണം അമേരിക്കയുടെ പുരോഗതിക്ക് അവർക്ക് എന്നെ ആവശ്യമുണ്ട്. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ ചെറുപ്പം മുതലുള്ള വലിയ ആഗ്രഹമായിരുന്നു ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി അവിടെ സെറ്റിൽ ചെയ്യുക എന്നുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലെ രീതിയും അവിടുത്തെ രീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവിടെ ലൈഫ് സ്റ്റൈലേ വേറെയാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ ജനനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ വിദേശത്തൊക്കെ ഒരു കുട്ടി ജനിക്കുമ്പോൾ അവരാദ്യം നോക്കുന്നത് അതിൻ്റെ ഹെൽത്ത് ഓക്കെയാണോ, അതിനെന്തൊക്കെ മെഡിസിൻ കൊടുക്കണം, അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ കുട്ടി ജനിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് കൊച്ചിന് അപ്പൻ്റെ മുഖമാണോ അല്ലെങ്കിൽ അമ്മയുടെ മുഖമാണോ. ഇനി വേറെ ആരുടെയൊക്കെ മുഖമാണെങ്കിൽ അന്ന് തുടങ്ങും അവിടെ പ്രശ്നം. അത് കഴിഞ്ഞ് നോക്കുന്നത് കൊച്ചിൻ്റെ ജാതകമാണ്. കൊച്ചിന് ചൊവ്വാദോഷമുണ്ടോ, ബുധൻദോഷമുണ്ടോ, ശനിദോഷമുണ്ടോ, എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും കൊച്ചിന് ജലദോഷം ഉണ്ടോ എന്ന് നോക്കുന്നത്. അതുപോലെ വിദേശത്തെ കുട്ടികൾ വലുതായി വരുമ്പോൾ അവർ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, മോനെ നീ വലുതാകുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ആകണം, അല്ലെങ്കിൽ ഐസക് ന്യൂട്ടനെ പോലെ ആകണം, ഷേക്സ്പിയറെ പോലെ ആകണം, ബറാക്ക് ഒബാമയെ പോലെ ആകണം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പിള്ളേരെ അപ്പനമ്മമാർ മോട്ടിവേറ്റ് ചെയ്യുന്നത് അടുത്ത വീട്ടിലെ പിള്ളേരാണ്. എടാ അപ്പുറത്തെ നാണപ്പൻ്റെ മോനെ കണ്ടുപടി, എടാ അപ്പുറത്തെ സോമൻ്റെ മോനെ കണ്ടുപടി, അപ്പുറത്തെ ശശിയുടെ മോനെ കണ്ടുപടി. അതുപോലെ ഈ ചൈനയിലൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ സ്കൂൾ പിള്ളേർ ഇൻ്റർവെൽ ടൈമിൽ എങ്ങനെ ചിലവഴിക്കുന്നത് വെച്ചാൽ അവർ സ്വന്തമായിട്ട് മൊബൈൽ ഫോണുകൾ, ഇലക്ട്രോണിക് ലാപ്ടോപ്പുകൾ, ബോക്സുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അത് വിറ്റിട്ടാണ് അവർ പോക്കറ്റ് മണി ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ പിള്ളേർ ഇൻ്റർവെൽ ടൈമിൽ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അവർ കോമ്പസ് എടുത്ത് ഡെസ്കിൽ പേരെഴുതുക, അപ്പുറത്തെ ക്ലാസ്സിലെ ബെഞ്ചെടുത്ത് ഇപ്പുറത്തെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഇടുക, തമ്മിൽ ഡസ്റ്റ് എറിഞ്ഞ് മുഖത്തെറിയുക. അതുപോലെ ക്ലാസ്സിലെ ടോയ്ലറ്റിൻ്റെ ചോറിൽ ബാലം മാഷ് ലവ് ബസ് സ്റ്റാൻഡ് രമണി എന്നൊക്കെ എഴുതി വെക്കുക. വിദേശത്തൊക്കെ ഒരു ആൺകുട്ടി പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യണമെന്ന് അറിയാം. ആദ്യം ഒരു ബൊക്ക കൊടുക്കും, എന്നിട്ട് മുട്ടു തീർന്നിട്ട് ഒരു റിങ് കൊടുത്ത് തുടങ്ങി മാരമി. പക്ഷേ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്യുന്നത് ഒരു കയ്യിൽ കത്തി മറ്റേ കയ്യിൽ പെട്രോൾ. ഡി എനിക്കെന്നെ ഇഷ്ടമാണ്, നിനക്കെന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ കുത്തിക്കൊണ്ട് കത്തിച്ച് കളയും. അപ്പം ചോദിച്ചു, ഓ എൻ്റെ കലിപ്പൻ ചേട്ടായി, ഐ ലവ് യു. ഇനി പ്രണയിച്ച് കല്യാണം കഴിക്കുമ്പോൾ ഇപ്പോൾ വിദേശത്തൊക്കെ ഇപ്പോൾ ചെറുക്കന് സൗന്ദര്യം ഇത്തിരി കൂടുതലും, സൗന്ദര്യമില്ലാത്തൊരു പെൺകുട്ടിയാണ് സുന്ദരനായ ചെറുക്കൻ പ്രേമിച്ച് കെട്ടുകയാണെങ്കിൽ, വിദേശത്ത് ആണെങ്കിൽ പറയും അവൻ നല്ലൊരു മനസ്സുള്ള ചെക്കനാണ്, നല്ലൊരു ബോൾഡ് ഹേർട്ടിലാണ്, ആ പെൺകുച്ചി ലക്കിയാണെന്ന് പറയും. നമ്മുടെ നാട്ടിലാണ് ഇതുപോലെ സുന്ദരനായ ചെക്കൻ സൗന്ദര്യത്തെ പെൺകുച്ചിനെ കെട്ടണമെങ്കിൽ പറയും അവൻ കാശ് മോഹിച്ച് കെട്ടണാണ്, അവളെ തന്തപ്പെടുന്ന നല്ല ഒരുപാട് കാശുണ്ട്, അതാണ്. ഇനി പെണ്ണിനാണ് സൗന്ദര്യം കൂടുതലും ചെറുക്കൻ സൗന്ദര്യം കുറവാണെങ്കിൽ അപ്പോൾ പറയും ഇത് അവളെന്തോ പറഞ്ഞ് പറ്റിച്ച് കെട്ടിയാണ്, അല്ലെങ്കിൽ ഗർഭം ഉണ്ടാക്കി കുടുക്കി കെട്ടിയതായിരിക്കും, അതായത് ചാൻസ്. ഇനി കല്യാണ വീടുകളിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ മറ്റേ വിദേശത്തൊക്കെ കല്യാണ വീടുകളിൽ ഈ കല്യാണ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാർക്ക് ഒറ്റ ടെൻഷൻ ഉണ്ടാവുള്ളൂ, ഈ വന്ന ഗസ്റ്റുകളൊക്കെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ, അവർക്ക് ഫുഡ് ഇഷ്ടപ്പെട്ട് കാണോ, പരിപാടിയൊക്കെ പരമാവധി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും വീട്ടുകാർക്ക് ഒരൊറ്റ ടെൻഷനേ ഉണ്ടാവുള്ളൂ, വന്നവന്മാരൊക്കെ എല്ലാവരും കാശ് തന്നു, നമ്മൾ കൊടുത്ത കാശ് തന്നെയാണ് അവന്മാർ ഇങ്ങോട്ട് തന്നത്. അപ്പോൾ നമ്മളോർക്കും ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഇവരിത് എങ്ങനെ ശ്രദ്ധിക്കുന്നത്. ഇതൊന്നുമല്ല, ഇതിൻ്റെ ഒരു എക്സ്ട്രീം പ്രശ്നമുണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മാവൻ, പുള്ളിയുടെ മോളുടെ കല്യാണം കഴിഞ്ഞ ആഴ്ച. ഈ കല്യാണം കഴിഞ്ഞ് ഈ പന്തസെറ്റുകാർ ഈ കസേരയും മേശയും എല്ലാം കൂടി കൊണ്ടുപോകുന്ന നേരം പുള്ളി പറയാണ്, അതേ അതിനകത്ത് 15 കസേരയുടെ വാടക എടുക്കരുത്. അന്നേരം ചോദിച്ചാൽ എന്താ, 15 കസേരയിൽ ആരും ഇരുന്നിട്ടില്ല, ആ തിരക്കിൻ്റെ പുള്ളി അത് നോക്കും. അപ്പോൾ വന്നില്ലാന്ന് പറഞ്ഞ് പറ്റൂല, ഇത് കസേര കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എൻ്റെ വാടക ഞങ്ങൾക്ക് തന്നിരിക്കണം. ആണോ? അങ്ങനെ പുള്ളി അങ്ങനെ 5 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ്. എന്നിട്ട് പുള്ളി 15 കസേരയാണ് നിരത്തി ഇട്ടിട്ട് 15 കസേരയും പുള്ളി ഇങ്ങനെ മാറി ഇരുന്നിട്ട് പുള്ളി പറഞ്ഞു, ഇനി കൊണ്ടുപോയിക്കോ, വാടക ഞാൻ വെറുതെ തരും. അതുപോലെ വിദേശത്തൊക്കെ ഒരാൾ പ്രായമായി മരിക്കാറായി കിടക്കുമ്പോൾ ചെയ്യുന്നത് വെച്ചാൽ പുള്ളിയുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരും വിളിച്ചിട്ട് പറയും, മക്കളെ അപ്പൂപ്പൻ മരിക്കാൻ പോകണാണ്, നിങ്ങളവിടെ നിന്ന് തെറ്റുപോയിട്ടുണ്ടെങ്കിൽ അപ്പൂപ്പനോട് ക്ഷമിക്കുക. അതുപോലെ എപ്പോഴും ജീവിതത്തിൽ സ്നേഹത്തോടെയും ഐക്യത്തോടെയൊക്കെ ജീവിക്കണം. അതുപോലെ ക്ഷമിക്കാൻ പഠിക്കണം. അത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കണം. അതുപോലെ നിങ്ങൾ ലോകം ചുറ്റിക്കാണും, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. നമ്മുടെ നാട്ടിൽ അപ്പൂപ്പന്മാർ മരിക്കാതെ കിടക്കുമ്പോൾ പറഞ്ഞ ഇങ്ങനെയായിരിക്കും, എടാ നമ്മുടെ വടക്കേലെ തെങ്ങും പറമ്പ് മൂത്ത മോനുള്ളേ, കിഴക്കേല വാഴത്തോപ്പ് ഇളയ മക്കളെ, പിന്നെ ഞാനാ ദിവാകറിനൊരു 10,000 രൂപ കൊടുക്കാണ്ട് അത് കൊടുത്തേക്ക്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, എനിക്ക് നിങ്ങളുടെ അമ്മനെ കൂടാതെ വേറൊരു ഭാര്യയും അത് 2 മക്കളുണ്ട്.
അവരെ കുടുങ്ങി ഏറ്റെടുത്തേക്കണം. അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ മാത്രം കാണുന്ന മറ്റൊരു പ്രതിഭാസമാണ് ഈ പ്രശസ്തരായ വ്യക്തികളെ അവരുടെ പേരിൻ്റെ കൂടെ സ്ഥലപ്പേര് ചേർക്കും. ഉദാഹരണം സത്യൻ അന്തിക്കാട്, സിബി മലയിൽ, ലിജോ ജോസ് പള്ളിശ്ശേരി, സുരാജ് വെഞ്ഞാറമൂട്, കുന്നുമേൽ ശാന്ത, വടുതല വത്സല, ഇതോടെ ഉദാഹരണം പറഞ്ഞിട്ട് എനിക്ക് പറയാമല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഓർക്കുകയാണ്, ഈ വിദേശത്തുള്ള പ്രശസ്തരായ വ്യക്തികൾ നമ്മളുടെ കേരളത്തിലാണ് ജനിച്ചിരുന്നെങ്കിൽ അവരുടെയൊക്കെ പേരെങ്ങനെയായിരിക്കും എന്നാണ്. അർണോൾഡ് വടക്കാഞ്ചേരി, കാമറൂൺ കാഞ്ഞങ്ങാട്, മട്ടാഞ്ചേരി മെസ്സി, റൊണാൾഡോ വൈപ്പിങ്കര. വിദേശത്തൊക്കെ ഇപ്പോൾ നമുക്കെന്തെങ്കിലും ഒരു രോഗം വന്നാൽ വിദേശത്തൊക്കെ ആണെങ്കിൽ അവർ ആദ്യം തന്നെ അവരെ ഏറ്റവും നല്ല ഡോക്ടർ തന്നെ പോയാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറയും, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് വിളിച്ചു പറയും. നമ്മുടെ നാട്ടിലൊക്കെ ഒരു രോഗം വന്നാൽ ആദ്യം സ്വയം ചികിത്സയ്ക്കും കുറേ പാരസിറ്റാമോളും ഡോളൊക്കെ വലിച്ചു വാരി തിന്നും അവസാനം കിഡ്നി അടിച്ച് ചട്നി ആകുമ്പോൾ നമ്മൾ ഡോക്ടറെ പോയി കാണുള്ളൂ. ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൂപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാതെ കിടക്കണേ. അപ്പോൾ അവൻ്റെ അമ്മൂമ്മ പറഞ്ഞടേ, ആ അമൃതാഞ്ചിട്ടൊന്ന് തടവി നോക്കൂ, മാറിയെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അമൃതാഞ്ചിന് ആവിയായി പോകണമെങ്കിൽ അപ്പൂപ്പൻ ആവിയായി മുകളിലെത്തി. ഓരോ രാജ്യത്തിൻ്റെയും അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് അവിടുത്തെ ലോകാത്ഭുതങ്ങളാണ്. ഈ താജ്മഹലൊക്കെ പോലെ ഈജിപ്ത് എന്ന രാജ്യത്തിൻ്റെ ലോകാത്ഭുതം എന്ന് പറയുന്നത് അവിടുത്തെ പിരമിഡുകളാണ്. അപ്പോൾ ഈ പിരമിഡുകൾ ഇപ്പോഴും അവർ നല്ല വൃത്തിയായും നല്ല അതേപോലെ തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിലും വൃത്തിയാണ്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ അതിൻ്റെ പഴയകാലത്തെ ചുവർച്ചിത്രങ്ങളൊക്കെ കാണാം. ഞാൻ ഓർക്കുകയാണ്, ഈ പിരമിഡ് നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോൾ ഇതിൻ്റെ അറ്റവും മൂലം സൈഡൊന്നും ഉണ്ടാവില്ല. ആൾക്കാർ പെരപണിക്കായിട്ട് കല്ലൊക്കെ തോണ്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും. പിന്നെ അതുകൂടാതെ അതിൻ്റെ പുറത്താണെങ്കിൽ നിറച്ച് സിനിമാ പോസ്റ്ററും രാഷ്ട്രീയക്കാരുടെ പോസ്റ്ററും മൂലക്കുരി ചികിത്സയുടെ പോസ്റ്ററും ഒക്കെ വന്നത്. ഇനി അതിൻ്റെ അകത്തേക്ക് അറിയാല സിഗരറ്റ് കുറ്റി, പാൻ പരാഗ്, ആൻസിൻ്റെ കുറ്റി, മുറുക്കാൻ തുപ്പിയതൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ചുകൂടി ഉള്ളിലേക്ക് കിടന്ന KSRTC ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പര പോലേക്കും. പിന്നെ ഉള്ളിലേക്ക് കിടന്ന ഓരോ പെണ്ണുങ്ങളുടെ പേരും ഫോൺ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടൂല. ഒന്നെങ്കിൽ പരിധിക്ക് പുറത്തായിരിക്കും, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും. കുറേ ട്രൈ ചെയ്യാൻ കിട്ടൂല. നമ്മളെല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ ദീർഘായുസോടെ ഇരിക്കാൻ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഡെയിലി എക്സസൈസ് ചെയ്യും, അതുപോലെ നല്ല നല്ല ഫുഡുകൾ കഴിക്കും, ഫുഡ് കൺട്രോൾ ചെയ്യും, പിന്നെ മെഡിസിൻസൊക്കെ വേണ്ട കഴിക്കും. നമ്മുടെ നാട്ടിൽ ദീർഘായുസോടെ ഇരിക്കാൻ ആകെ ചെയ്യുന്നത് നേർച്ച നേരും, വഴിപാട് നേരും, മെഴുകുതിരി നേരും. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടി തുലാഭാരം നടത്തി അമ്പലത്തിൽ. ആ തുലാഭാരം നടത്തിയ ക്ലാസ് പൊട്ടി തല വീണു. എന്നാൽ ഞാൻ മലയാളികളെ കുറ്റം പറഞ്ഞ് വിദേശികളെ പൊക്കും. ഇനി പക്ഷേ നമ്മൾ വിദേശികളെ അപേക്ഷിച്ച് മലയാളികൾക്കുള്ള പ്രത്യേകത ഉണ്ട്. വേറൊന്നുമല്ല, ക്ഷമ. ഞാനിപ്പോൾ ഈ കാണിച്ച സ്റ്റാൻഡപ്പ് വല്ല വിദേശത്താണെങ്കിൽ സായിപ്പ്മാർ തന്നെ അടിച്ച് പഞ്ഞിക്കിട്ടന്. നിങ്ങളിപ്പോഴും ക്ഷമയോടെ കേട്ടിട്ടുണ്ടെങ്കിലേ ആ ക്ഷമയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു.